കൂട്ടിയിട്ടുണ്ടാവും അല്ലെ. കുറെ എല്ലാവരും പറയണു ഡയറ്റിങ്ങിന്റെ റെസിപ്പീസ് പിന്നെ ഒന്നും അപ്ലോഡ് ചെയ്യണില്ലല്ലോ, എന്താണ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തതെന്ന്. ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ, മെല്ലെ മെല്ലെ ഇനി ഞാൻ ഓരോന്നോരോന്ന് ഇടാം. കുറെ പേര് റെസിപ്പീസ് ചോദിക്കുന്നുണ്ട്. അപ്പോ ആദ്യം തന്നെ ഇതേ പിടിച്ചോ, ഗോതമ്പിന്റെ നൂൽപുട്ട്. നല്ല മയമായിട്ട് നല്ല പഞ്ഞിക്കുട്ടി പോലത്തെ ഗോതമ്പിന്റെ നൂൽപുട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ പറയുന്ന പോലെ ആ ഒരു സൂത്രം ഉപയോഗിച്ച് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നല്ല പഞ്ഞിക്കുട്ടി പോലത്തെ നൂൽപുട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും, ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചിട്ട്. അതുപോലെ നിങ്ങൾ നൂലപ്പം ഉണ്ടാക്കുന്ന നേരത്തെ നമ്മളത് തിരിക്കുമ്പോൾ ടൈറ്റ് തോന്നുകയാണെങ്കിൽ വേറെ ഒന്നുകൊണ്ടല്ല, മാവിൽ വെള്ളം കുറവാകും. അതുകൊണ്ടാണ് കേട്ടോ കൂടുതലായിട്ടും അങ്ങനെ വരിക. അപ്പൊ ഇത്തിരി വെള്ളം തെളിച്ചു കൊടുത്തിട്ട് മാവ് കുഴച്ചതിന് ശേഷം തിരിപ്പിച്ചാൽ മതി, അപ്പൊ കറക്റ്റ് ആയിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ മാവ് നമ്മൾ കുഴച്ചതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ചോളൂ, തുറന്നു വെക്കരുത്. അപ്പൊ മുകൾ വശമൊക്കെ തന്നെ ഡ്രൈ ആയി പോകും. വെള്ളത്തിന്റെ ഒരുവിധം കറക്റ്റായ അളവും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പൊടിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ വെള്ളം നല്ല തിളച്ച വെള്ളം കൊണ്ടുപോയി ഒഴിക്കരുത് കേട്ടോ. അതായത് വെള്ളത്തിന് ചൂട് വേണം. അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിനുള്ള ചൂട്, അതാണ് വെള്ളത്തിന് വേണ്ടത്. അച്ചിട്ട് തീരെ തണുത്തും പോകരുത് വെള്ളം. അപ്പൊ ആ ഒരു പരുവത്തിന് നോക്കിയെടുക്കാം. അപ്പൊ ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നൂലപ്പം നല്ല മയമായിട്ടുള്ളത് കിട്ടും. പിന്നെ വറുത്ത പൊടിയൊന്നും അല്ലാട്ടോ ഉപയോഗിച്ചേക്കുന്നത്, സാധാ നമ്മുടെ ഗോതമ്പ് പൊടി പാക്കറ്റിൽ കിട്ടുന്നത് ആട്ടപ്പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. വറുത്തതൊന്നും അല്ല, കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പഞ്ഞിക്കുട്ടി പോലെയുള്ള നൂലപ്പം തയ്യാറാക്കാൻ നോക്കാം. നൂൽപുട്ടുണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഭയങ്കര എളുപ്പമാണ്, വേറെ ഒന്നുമല്ല. നമ്മൾ അപ്പത്തിന് ചെയ്ത പോലെ തന്നെ അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇഡ്ലി ചെമ്പാണ് കേട്ടോ. അതിന്റെ മീതെ ഒരു കിണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. സാധാ നമ്മുടെ ഗോതമ്പ് പൊടി, ഇത് വറുത്തിട്ടൂലി ഒന്നുമില്ല കേട്ടോ, സാധാ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആവി കയറ്റി എടുക്കണം. ആവി വന്നതിന് ശേഷം 15 മിനിറ്റ് കേട്ടോ. ടോട്ടൽ മൂടി വെച്ചിട്ട് 15 മിനിറ്റ് അല്ല, ഇതിൽ നിന്ന് നല്ല ആവി വന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് മൂടി വെച്ചോളൂ. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്ക്, പെട്ടെന്ന് തന്നെ നല്ല മയത്തിൽ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊരു മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട്, ഇതിപ്പോ ആവി വന്നിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ആവി വരുന്നുണ്ട്. ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. കണ്ടോ, മാവ് നിങ്ങൾ തൊട്ട് നോക്കുമ്പോൾ നല്ല കട്ട പോലെ ഇരിക്കുന്നുണ്ടാവുക. കുഴപ്പമില്ല, നമുക്ക് എടുത്തിട്ട് ചൂടാറിനോട് കൂടിയിട്ട് ഒന്ന് കൈ കൊണ്ട് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് റെഡി ആയിട്ട് വരും. കണ്ടോ, ഇതുപോലെ ഇരിക്കും. അപ്പം പോലെ ഇതുപോലെ പൊട്ടിച്ചിടണം നമ്മൾ. ഇതുപോലെ ഇരിക്കും കേട്ടോ. നമുക്ക് ഈ പ്ലേറ്റിൽ നിന്നുള്ളതെല്ലാം അങ്ങോട്ട് തന്നെ മാന്തിയിടാം ഈ ഒരു ബേസണിലേക്ക്. പൊടി നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ആദ്യം പൊടിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. ആദ്യം ഇതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ദേ, ഇതിലത്തെ വലിയ കട്ടകളൊക്കെ നമ്മൾ ഉടച്ചെടുത്തു. കണ്ടോ, നല്ല തൂള് പരുവത്തിന് ഇരിക്കണ കണ്ട പൊടി നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. ആ പൊടിയിലെ പശപ്പിടുത്തം കുറഞ്ഞു കിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഞാൻ അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള അപ്പം ഉണ്ടാക്കണമെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൊടിയുടെ പശ കുറഞ്ഞു കിട്ടും നമുക്ക്. അതിനാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ല തിളച്ച വെള്ളം ആവരുത്. ഇതിൽ ഞാനൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കൈ തൊടുമ്പോൾ ചൂട് വേണം, എന്നാൽ തീരെ ഒരു ഇളം ചൂടാവരുത്. അത്യാവശ്യം ഒരു ചൂട് വേണം വെള്ളത്തിന്. തിളച്ച വെള്ളം ആവരുത്, അതാണ് അതിന്റെ പരുവം. 2 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം, അതാണ് കണക്ക്. നമുക്ക് തിരിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് നമുക്ക് കൈ വെച്ച് തന്നെ കുഴയ്ക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ പൊടി അത്യാവശ്യം നനവായിട്ടുണ്ട്. പക്ഷെ നോക്കിയേ, ഇവിടെ ഇത്രയും വെള്ളം ബാക്കി വന്നു. അതായത് 1/2 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടിയും ബാക്കി വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ അതായത് ഞാൻ ആദ്യം എടുത്തിരുന്ന പൊടിക്ക് എനിക്ക് എന്താ പറയാ 2 കപ്പ് പൊടി എടുക്കുമ്പോൾ 2 കപ്പ് വെള്ളം വേണ്ടി വന്നിരുന്നു. ഇപ്പൊ ഇത് മാവ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മാവ് മാറിയപ്പോ കണ്ടോ, 1/2 കപ്പ് വേണ്ട, കഷ്ടിയേ വേണ്ടോ വെള്ളം. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. മാവ് മാറുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന പൊടി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ വെള്ളത്തിന്റെ അളവും വ്യത്യാസം വരും. കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കുക, തിരിച്ച് ഒഴിച്ച് പരിവം കറക്റ്റ് ആക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാട്ടി തന്നത്. അപ്പൊ ഒന്നിച്ചു കൊണ്ടുപോയി വെള്ളം ഒഴിക്കരുത്. നല്ല കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. ഇതിപ്പോ കണ്ട അരിപ്പൊടിയുടെ കൊണ്ട് കുഴക്കണ പോലെ ഇപ്പൊ കണ്ട ഇതിങ്ങനെ പൊട്ടി വരും നമുക്ക്. കണ്ടോ, മറ്റത് ഗോതമ്പ് പൊടി നമ്മളെടുത്ത് കുഴയ്ക്കുമ്പോൾ എങ്ങനെയാ വരിക, ഇങ്ങനെ നല്ല പശി ഉണ്ടാവും. ഇതിൽ പശിയില്ല, അരിപ്പൊടി പോലെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കുഴയ്ക്കുമ്പോൾ അറിയാൻ പറ്റുമോ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. വെള്ളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. മതി, ഇത്ര മയപ്പെടുത്തി കുഴച്ചാൽ മതി. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന തൊടുമ്പത്തേനും ദേ ഈ ഒരു പരുവത്തിനാണ് വേണ്ട കേട്ടാ. പിന്നെ നിങ്ങളിത് കുഴച്ചതിന് ശേഷം ഇങ്ങനെ കാറ്റ് ഒളിച്ച് വെക്കരുത് കേട്ടോ. അതൊന്നല്ലെങ്കിൽ ഒന്ന് മൂടി വെച്ചോളോ. ഞാൻ ആ റവയുടെ നൂൽപുട്ടിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുറന്നു വെക്കരുത്. അത് ആ ഏതെങ്കിലും ഒരു അടച്ചുറപ്പുള്ള പാത്രത്തിലിട്ടിട്ട് അടച്ചു വെച്ചോളൂ. ഏത് നൂലപ്പാണെങ്കിലും
ഇത് കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ മുകൾ വശമൊക്കെ ആകെ ഡ്രൈ ആയിട്ട് വരും. അപ്പൊ ഏത് തരം നൂൽപ്പെട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഒന്ന് അടച്ചു വെച്ചോളൂ. ഈ മാവ് ചെറിയ ചില്ലാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കണത്. ഏത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. ഉള്ളിൽ ഇത്തിരി വെളിച്ചെണ്ണ പരട്ടി കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പരട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ പാത്രം പിന്നെ ഞാൻ റവ നൂലപ്പം ഉണ്ടാക്കിയപ്പോൾ കുറെ പേര് ചോദിച്ചു എവിടുന്ന മേടിച്ചത്. തൃശ്ശൂരിൽ നിന്ന് ആട്ടാ മേടിച്ചത്. ഇപ്പൊ എല്ലാ പാത്രക്കടയിലും ഇത് കിട്ടും, ഈ തട്ടായിട്ടുള്ളത്. ഇതന്നെ വേണമെന്നില്ല കേട്ടോ ഇഡ്ഡലി പാത്രത്തിൽ. അതിൽ നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. ഇനി അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാവ് നിറച്ചു കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് നിറച്ചു കൊടുക്കാം. എത്ര സ്മൂത്ത് ആയിട്ടാ വരുന്നേ നോക്കിയേ. ഇതിന്റെ നൂല് നോക്കി എത്ര കനം കുറവാന്നറിയോ. എന്നിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പോന്നു. നമ്മൾ നൂലപ്പത്തിന്റെ ഈ സാധനം ഈ അച്ചു മേടിക്കുന്ന നേരത്തെ ഇതിന്റെ കൂടെ ചില്ല് കിട്ടും, നല്ല നൈസ് ആയിട്ടുള്ളത്. അതിന്റെ തൊട്ട് മുകളിലുള്ളതാണ് നമ്മൾ മിക്സർ ഉണ്ടാക്കുന്നത്, ഇത്തിരി കൂടി കട്ടിയുള്ളത് കിട്ടും. അത് കൂടാതെ തന്നെ ഞാൻ പുറത്തുനിന്ന് സെപ്പറേറ്റ് വളരെ നൈസ് ആയിട്ടുള്ള നൂലായിട്ട് നമുക്ക് അതിന്റെ ആ ചില്ല് മേടിക്കാൻ കിട്ടും. അതാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് പോലും ആ നൈസ് നൂലിൽ പോലും ഇത് വന്നിട്ടുണ്ട്. കണ്ടോ എത്ര സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ ഈ നൂലപ്പത്തിന്റെ ഈ അച്ചു മേടിക്കുന്ന നേരത്തെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള ഏറ്റവും ചെറിയ ചില്ല് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ല എളുപ്പമായിട്ട് തയ്യാറാക്കാൻ പറ്റും. ഞാൻ ഏറ്റവും ചെറിയ ചില്ലിലിട്ടിട്ട് തന്നെ എനിക്കിത് പീച്ചെടുക്കാൻ പറ്റി. കണ്ടോ നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് വെക്കാം. ആവിയിൽ വെച്ചെടുക്കാനാണ് എനിക്ക് ഇതിലാകുമ്പോൾ ഇച്ചിരി സൗകര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്കാണ് കേട്ടോ വെക്കണത്. നിങ്ങൾക്ക് ഏത് പാത്രമാണ് സൗകര്യം അതിനനുസരിച്ച് വെക്കാം. കുക്കറിന്റെ വിസിൽ ഊരി മാറ്റിക്കോളാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതിയാവും. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് തുറന്നു നോക്കാം. കണ്ടോ സെറ്റായി വന്നിട്ടുണ്ട്. ചൂടുണ്ട്, ശ്രദ്ധിച്ചെടുക്കുക. നമ്മുടെ നൂലപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള നൂലപ്പം കൂടി തയ്യാറാക്കി എടുക്കാം. അതിന്റെ മുന്നിലേക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് നിങ്ങൾ തണുക്കാനായിട്ട് വിടരുത് കേട്ടോ. അത് വേഗം ഒരു കാസറോളിൽ ഇട്ടിട്ട് അടച്ചു വെച്ചോളൂ. ഇത് കണ്ടോ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. തണുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മുകൾ വശമൊക്കെ ഡ്രൈ ആയിട്ട് വരും. കണ്ടോ അമ്മോ നല്ല ചൂടുണ്ട്. ഇത് നമുക്ക് കാസറോളിലിട്ട് അടച്ചു വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത് പീച്ചെടുക്കാനായിട്ട് പറ്റണില്ല, ബുദ്ധിമുട്ടായിട്ട് വരികയാണെങ്കിൽ അത് വെള്ളത്തിന്റെ അംശം കുറഞ്ഞിട്ടാണ് കേട്ടോ മെയിൻ ആയിട്ട് ഉണ്ടാവുക. കാരണം അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ. വെച്ചിട്ട് വെള്ളം കൂടുതൽ വാരി ഒഴുക്കി വരുത്. പിന്നെ കൈ കൊണ്ട് എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ഇവിടെ കിട്ടും ചെയ്യും. കാസറോളിലിട്ടിട്ട് അടച്ചു വെക്കാം. അപ്പൊ ഇതേ നമ്മുടെ എല്ലാ നൂലപ്പും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ ഇത് നല്ല സോഫ്റ്റ്, നല്ല ചൂടുണ്ട്. ഞാൻ കാസറോളിന്ന് ഇപ്പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് നിങ്ങൾക്ക് കാട്ടിത്തരാൻ. കണ്ടോ എത്ര സോഫ്റ്റാന്ന് നോക്കിയാൽ നമ്മുടെ നൂലപ്പം. നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കിട്ടാ. നിങ്ങൾക്ക് അത് തിരിക്കണ നേരത്തെ ടൈറ്റ് തോന്നുകയാണെങ്കിൽ അത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മാവിൽ വെള്ളം കുറവാകും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ടൈറ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് ഒന്ന് ലൂസാക്കിക്കോളൂ. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ എന്തായാലും. കണ്ടോ എന്ത് നല്ല നൂലപ്പം. നിങ്ങളിത് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. ഒന്നുകൊണ്ടല്ല അങ്ങനെ വരുന്നത്, വെള്ളത്തിന്റെ അളവ് കുറവാകും അതുകൊണ്ടാവും കേട്ടോ. അപ്പൊ വെള്ളത്തിന്റെ അളവൊക്കെ ഒരു വിധമൊക്കെ. പിന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കുന്ന നേരത്തെ നൂലെടുത്തിട്ട് ഒന്നുകൂടി കുഴച്ച് നോക്കാം. എന്നിട്ട് തിരിച്ചു നോക്കാം കേട്ടോ. അപ്പൊ കറക്റ്റ് ആവും മിക്കതും. പിന്നെ പിന്നെ നിങ്ങൾ നൂലപ്പം ഉണ്ടാക്കി അതുപോലെ ഞാൻ എല്ലാത്തിന്റെയും വെള്ളത്തിന്റെയും അരിപ്പൊടിയുടെ എല്ലാത്തിന്റെയും അളവൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അരിപ്പൊടി അതുപോലെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ചൂടുണ്ട് ശ്രദ്ധിച്ച്. അമ്മേ